സംസ്ഥാനത്താകെ 1200 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ കാലാവധി അവസാനിക്കുന്നത് 2027 സെപ്റ്റംബർ 10 മാത്രമാണ്. അതൊഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2,267 വാർഡുകൾ, 14 ജില്ലാ പഞ്ചായത്തുകളിലെ 346 വാർഡുകൾ, 86 മുനിസിപ്പാലിറ്റികളിലെ 3,205 വാർഡുകൾ, 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകൾ എന്നിവയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ 23,576 വാർഡുകളിലേക്കാണ്. ഓരോ വാർഡും ഓരോ നിയോജക മണ്ഡലമാണ്. ഓരോ നിയോജക മണ്ഡലത്തിനും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി തയ്യാറാക്കിയ വോട്ടർ പട്ടികയുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം നടത്തിയിരുന്നു. 2024 സർക്കാർ പുതുക്കി നിശ്ചയിച്ച അംഗസംഖ്യ പ്രകാരവും 2011 സെൻസസ് ജനസംഖ്യ അടിസ്ഥാനമാക്കിയുമാണ് വാർഡ് വിഭജനം നടത്തിയത്. സംസ്ഥാനത്താകെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്ന 21,900 വാർഡുകൾ ഡീലിമിറ്റേഷൻ പ്രക്രിയ വഴി 23,612 വർദ്ധിച്ചിട്ടുണ്ട്. പുതിയ വാർഡുകൾക്ക് അനുസൃതമായി വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് 2020 പൊതുതെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് 2023 2024 സമഗ്രമായി സംക്ഷിപ്തമായി പുതുക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. 2025 2 തവണയായി സംക്ഷിപ്ത പുതുക്കൽ നടത്തിയിട്ടുണ്ട്. ഒക്ടോബർ 25 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ആ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം സംസ്ഥാനത്താകെ 2,84,30,761 വോട്ടർമാരുണ്ട്. 2,84,30,761 വോട്ടേഴ്സാണ് നമ്മുടെ അന്തിമ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം നിലവിലുള്ളത്. അതിൽ 1,34,12,470 പേർ പുരുഷന്മാരും 1,50,18,10 പേർ സ്ത്രീകളും 281 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടുന്നു. പ്രവാസി ഭാരതീയർക്ക് ഉള്ള വോട്ടർ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ 2,484 പുരുഷന്മാരും 357 സ്ത്രീകളും ഉൾപ്പെടെ പ്രവാസി വോട്ടർമാരായുള്ളത് ആകെ 2,841 പേരാണ്. ഒക്ടോബർ 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പേര് ചേർക്കുന്നതിന് നവംബർ 4, 5 തീയതികളിൽ വീണ്ടും അവസരം നൽകിയിരുന്നു. അതോടൊപ്പം ഒഴിവാക്കലിനും ഭേദഗതിക്കും സ്ഥാനമാറ്റത്തിനും അവസരമുണ്ടായിരുന്നു. അത് നടപടികൾ പൂർത്തീകരിച്ച് സപ്ലിമെൻ്ററി ലിസ്റ്റ് 14 പ്രസിദ്ധീകരിക്കും. നവംബർ 14 പ്രസിദ്ധീകരിക്കും. അത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് വില വാങ്ങിയും നൽകുന്നതാണ്. വോട്ടെടുപ്പിനായി ആകെ 33,746 33,746 പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ടാകും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കുള്ള വോട്ട് രേഖപ്പെടുത്തുന്നതിന് പഞ്ചായത്തുകൾക്കായി 28,127 മുനിസിപ്പാലിറ്റികൾക്ക് 3,604 കോർപ്പറേഷനുകൾക്ക് 2,015 പോളിംഗ് സ്റ്റേഷനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് തലത്തിൽ ഒരു വോട്ടർക്ക് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക് 3 വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. നഗരസഭാ തലത്തിൽ 1 വോട്ടാണ് ചെയ്യേണ്ടത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് സംവരണം സംബന്ധിച്ച് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടേത് ജില്ലാ കളക്ടറും, മുനിസിപ്പാലിറ്റികളുടേത് തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിൻറ്റ് ഡയറക്ടറും,
കോർപ്പറേഷനുകളുടേത് തദ്ദേശ വകുപ്പ് അർബൻ ഡയറക്ടറുമാണ് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ. സ്ത്രീ, പട്ടികജാതി സ്ത്രീ, പട്ടികവർഗ സ്ത്രീ, പട്ടികജാതി, പട്ടികവർഗം എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായിരുന്നു സംവരണ വാർഡുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സർക്കാർ എണ്ണം നിശ്ചയിച്ച് നൽകിയിരുന്നു. അത് പ്രകാരം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ സംവരണം നിശ്ചയിച്ചിട്ട് അത് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനങ്ങളുടെ സംവരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്യാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപാധ്യക്ഷ സ്ഥാനം, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്ന തലത്തിലാണ് പഞ്ചായത്തുകളിലുള്ളത്. അതിൽ പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിട്ടുണ്ട്. അവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം സ്ത്രീകൾക്കായിരിക്കും.